സുഹൃത്തുക്കളായ നിങ്ങൾക്കും എല്ലാവർക്കും മോഹൻലാൽ സാറിന്റെ ഫാൻസ് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തകർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണെന്ന്. കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട് ലാൽ സാറിന്റെ ഫാൻസ് വളരെ സ്നേഹത്തോടെ ഒരുപാട് വർഷത്തെ സൗഹൃദത്തോടെ എത്തി നിൽക്കുന്ന ഒരു ദിവസമാണെന്ന്. ഈ ദിവസം 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ലാൽ സാറിന്റെ ഫാൻസ് അസോസിയേഷന്റെ എല്ലാ പ്രവർത്തകരോടും ആദ്യമേ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം എല്ലാം അറിയിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള എല്ലാ മലയാളികളെയും ഈ സമയത്ത് എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. എല്ലാവരെയും കാണാനും ഇന്നത്തെ ദിവസം എത്തിച്ചേർന്ന മോഹൻലാൽ സാറിന് നിങ്ങളുടെ പേരിൽ എൻ്റെ പേരിൽ സ്വാഗതം. ഞാനുണ്ട് കേൾക്കാറുണ്ട് എന്ന് 1000 പേർ ഒന്നിച്ച് പറയുമ്പോൾ കിട്ടുന്ന ആഹ്ലാദം, ആത്മവിശ്വാസം എനിക്ക് എൻ്റെ പിള്ളേരുണ്ട്. കേരള ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ അത് ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക്. എൻ്റെ സഹോദരനായ ചാക്യാറുള്ള സ്നേഹം ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ സമാപനങ്ങളുടെ ചടങ്ങെടുക്കുന്ന ഞാനൊരു പാർട്ടി രക്ഷപ്പെടാൻ വേണ്ടി എന്തായാലും ഞാൻ കഴിഞ്ഞു 1 മണിക്കൂറോളം താമസിച്ചു. ഞാനൊരു പ്രസംഗമൊന്നും നടത്താൻ നിങ്ങളോട് ഇങ്ങനെ പ്രസംഗം നടത്താൻ കഴിയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഈ സംഘടന ഉണ്ടായത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ ഈ സമയം പീഡികളൊക്കെ ഞാനാണ് ഇതിനകത്ത് ഒന്നുമില്ല. ഇപ്പം നൽകുന്ന ആൾക്കാരൊക്കെ ഏറ്റുകൊണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പേരുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ് പറയാറ്. അതിലാദ്യമായിട്ട് പറയേണ്ടത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ നൽകും നിൽക്കുന്നവർക്കാണ് സന്തോഷമാണ് ഈ ഞാനുണ്ട് കേൾക്കാറുണ്ട് എന്ന് 1000 പേർ ഒന്നിച്ച് പറയുമ്പോൾ കിട്ടുന്ന ആഹ്ലാദം, ആത്മവിശ്വാസം മറ്റൊന്നിനും പറഞ്ഞു തരാനാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന കൂട്ടായ്മയുടെ 25ാം വാർഷികത്തിൽ ഇന്നിവിടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നടുവിൽ നിൽക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും വളർന്ന സ്നേഹം ഹൃദയത്തിൽ അറിയുമ്പോൾ എത്ര ധന്യമാണ് എൻ്റെ ജന്മം. നേരിൽ കാണുമ്പോൾ ഒന്നിച്ചിരുന്നൊരു ഫോട്ടോയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങളൊന്നും മനസ്സിലാവില്ല. സ്നേഹമല്ലാതെ മറ്റുള്ളവர்கள் ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നടനെന്ന നിലയിൽ കൂടുതൽ ഉണ്ടാകുന്ന കഴിഞ്ഞ 43 വർഷങ്ങളായി മലയാളികളുടെ മനസ്സിൽ പ്രിയപ്പെട്ട സ്ഥാനം നേടാനാണ് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹവും പ്രാർത്ഥനയും മതിലുകളിൽ പഠിച്ച പോസ്റ്റർ നേടാൻ വരുത്താനും നിങ്ങളുടെ മനസ്സിൽ
നിങ്ങൾ ലാലേട്ട എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഞാൻ വിളിക്കുന്ന സന്തോഷവും ഒരു സുരക്ഷിത ഏത് അവാർഡിനേക്കാളും വലുതായിരുന്നു. മുന്നോട്ടുള്ള എൻ്റെ യാത്രയുടെ ശക്തിയും ഊർജ്ജവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും കരുതലും തന്നെയാണ്. ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ തിരക്കഥയിലെന്നുകൂടെ കുറച്ചൊരു വാചകമുണ്ടായി. എനിക്ക് എൻ്റെ പിള്ളേരുണ്ട്. ഈ വൈകാരിക നിമിഷത്തിൽ എൻ്റെ മനസ്സ് കുറച്ച് മുന്നോട്ട് പോവുകയാണ്. 1984-85 കാലഘട്ടം ഒരു വില്ലനായി കിടന്ന വില്ലത്തിലയിൽ നാവികനായി കുറേയേറെ താലുറപ്പിച്ച ഒരു കാലമാണ്. ശ്രീകൃഷ്ണന്റെ ഒന്നു മുതൽ എന്താ സിനിമകളൊക്കെ ചെയ്ത ആൾക്കാരാണ്. തിരുവനന്തപുരത്തെ രാജാജി എന്നൊരു സ്ഥലമുണ്ട്. രാജാജിന് നിവാസിയായ വിജയൻ ഡ്രൈവറായിട്ട്, പിന്നെ സുരേന്ദ്രൻ, ജയൻ, ആ സഹോദരന്മാരൊന്നും ഇല്ല. പിന്നെ CITവിലെ സുരേന്ദ്രൻ കുറച്ച് കൂട്ടുകാർ ചേർന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. അതുപോലെ അന്ന് തിരുവനന്തപുരത്തെ ശാഖായി സ്കൂൾ, മാറ്റുകാർ, അമ്പാനൂർ തുടങ്ങി പലയിടങ്ങളിൽ എന്നെ സ്നേഹിക്കുന്ന ചെറുതുമായ സമുദായങ്ങൾ യൂണിറ്റുകൾ പുറമെ ചുറ്റും പറ്റുന്ന സ്നേഹവലയമാണ് സിനിമാ താരത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അറിവോ സമ്മതവും ഒന്നും കൂടാതെയാണ് ഈ കൂട്ടായ്മകൾ കടന്നു തുടങ്ങിയത്. സ്നേഹിക്കാൻ എന്തിനല്ലാതെ അസമ്മതം എന്നാണ് അന്ന് അവരെന്നോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ പേരിൽ മത്സരങ്ങൾ പാടില്ല എന്ന് എൻ്റെ മാത്രം ഞാൻ അംഗീകരിച്ചു. അതിനെ തുടർന്നാണ് എല്ലാ യൂണിറ്റുകളും ഒന്നിച്ചു ചേർന്ന് 1992 സെപ്റ്റംബറിൽ ശാഖ കെയർ കോൺവെൻഷൻ കേരള ഡാൻസ് ആൻഡ് കൾച്ചർ വെൽഫെയർ അസോസിയേഷൻ ആരംഭിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക്. ഞാൻ ശാഖ എന്ന് വിളിക്കുന്നത് എൻ്റെ സഹോദരനായ ചാക്ക ഉല്ലാസനെയും ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ